ഹായ്. നമ്മൾ ഒരു SSC എക്സാംസിനോ ഏതൊരു എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ മേജറായിട്ട് വരുന്ന 4 ഏരിയസാണ് ഉള്ളത്. നിങ്ങൾക്കറിയാം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും, റീസണിങ്ങും, ഇംഗ്ലീഷും, പിന്നെ ജനറൽ അവയർനെസ്സും. ചില എക്സാംസിനൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ഇല്ല, റെയിൽവേ പോലത്തെ എക്സാംസിന്. ഇപ്പം ബാങ്ക് എക്സാംസ് വരുമ്പോൾ നമുക്കവിടെ ഈ ജനറൽ അവയർനെസ്സിൻ്റെ ഏരിയ കുറവാണ്, മെയിൻസിനെ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഏതൊരു എക്സാംസ് എടുത്താലും വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന മിക്കവാറും എല്ലാ എക്സാംസിനുള്ള ഒരു ഏരിയയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതിലും ആ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സസിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്നൊരു ക്വസ്റ്റനാണ്, പുതിയ ചാപ്റ്റേഴ്സ് വരുമ്പോൾ പഴയ ചാപ്റ്റേഴ്സ് മറന്നു പോകും, അല്ലെങ്കിൽ പഴയ ചാപ്റ്റേഴ്സ് പിന്നെ ഹാൻഡിൽ ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ള ഒരുപാട് ഡൗട്ട്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എങ്ങനെ നമുക്ക് ഈ പഴയ ചാപ്റ്റേഴ്സ് ഓർത്ത് വെക്കാം പുതിയ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സസ് പോകുന്നതിൻ്റെ കൂടെ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിനെ കുറിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആയിരിക്കും. ബിക്കോസ് ഓൾറെഡി ഞാൻ തന്നെ ആ ക്വസ്റ്റ്യൻസ് ഒരുപാട് കേൾക്കാറുണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ ചോദിക്കുന്നവരെ പോലെ തന്നെ ചോദിക്കാതെ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എങ്ങനെ നമുക്ക് ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. എങ്ങനെ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മുമ്പിലോട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ, അഡ്വാൻസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയാലും ശരി, അല്ലാതെ മുമ്പിലോട്ട് ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു പോകുമ്പോഴും എങ്ങനെ നമുക്ക് ഈ പഴയ ചാപ്റ്റേഴ്സ് കൂടി ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിനുവേണ്ടി ആദ്യം എനിക്ക് ഷെയർ ഉള്ള സ്റ്റെപ്പാണ്, അതായത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു 30-70 എന്നൊരു ആംഗിൾ വെച്ചുകൊണ്ട് ആ ഒരു പെർസെൻറ്റേജ് ആംഗിൾ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു എക്സാമിന് വേണ്ടി ഞാൻ പറയാം, നിങ്ങളൊരു 3 മണിക്കൂറാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 3 മണിക്കൂറിൽ 2 മണിക്കൂർ എന്ത് ചെയ്യുക, പുതിയ ടോപ്പിക്കിന് വേണ്ടി കൊടുക്കുക. എനിക്ക് ആ ഒരു പുതിയ ടോപ്പിക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. പക്ഷേ 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പഴയ ചാപ്റ്റർ എനിക്ക് ആ ചാപ്റ്ററിനെ റിവൈസ് ചെയ്യാൻ വേണ്ടിയും ആ ചാപ്റ്ററിൽ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയൊക്കെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ആ പഴയ ചാപ്റ്റേഴ്സ് നിങ്ങളുടെ അതേ ആ ഒരു സ്റ്റഡി പ്ലാനിൽ തന്നെ നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ആ ഒരു ചാപ്റ്ററിനെ കംപ്ലീറ്റ്ലി വിട്ട് കളയുന്നില്ല, ആ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുമായിരിക്കും. എന്നാൽ പുതിയ ചാപ്റ്റേഴ്സ് അവിടെ കവർ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഈ പറയുന്ന പഴയ ചാപ്റ്റേഴ്സിനെ ഇതിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഈ പഴയ ചാപ്റ്റേഴ്സ് നമ്മുടെ കൂടെ കൊണ്ടുപോകണം. ഓക്കെ, അത് ഒരിക്കലും പഠിച്ച് അവിടെ അങ്ങ് വിടല്ല, ആ ചാപ്റ്ററിനെ കൂടെ കൊണ്ടുപോകണം. എത്ര ദൂരം കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും ദൂരം കൊണ്ടുപോകണം. അപ്പോൾ അതെങ്ങനെ കൊണ്ടുപോകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള വേറൊരു വഴിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതാണ് നമുക്ക് പഠിച്ച ആ പഴയ ടോപ്പിക്സിൻ്റെ കൺസെപ്റ്റിനെ മുമ്പിലോട്ട് പഠിക്കുന്ന ചാപ്റ്റേഴ്സിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഫോർമുലാസ് ഉണ്ട്. ഏതൊരു ബുക്ക് എടുത്താലും നമുക്ക് 10-15 ഫോർമുലാസ് ഒക്കെ ഉണ്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലത്തെ ചാപ്റ്റേഴ്സ് സോൾവ് ചെയ്യാൻ. പണ്ട് നമ്മൾ സ്കൂളിലും അങ്ങനെ പഠിച്ചിട്ടുള്ളത്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ചും ടഫ് ടോപ്പിക്സ് ആണ്. ആ ടോപ്പിക്സ് ഒക്കെ വരുമ്പോഴും അവിടെ അതിൻ്റെതായിട്ടുള്ള ഫോർമുലാസും മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ നമ്മുടെ പെർസെൻറ്റേജ് റേഷ്യോ ബേസിലുള്ള ചാപ്റ്റേഴ്സാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയാലും ശരി, നമ്മുടെ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ ആയാലും ശരി, ഇതെല്ലാം നമ്മുടെ പെർസെൻറ്റേജ് ബേസിലുള്ള ചാപ്റ്റേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്, ലോസിൻ്റെ പെർസെൻറ്റേജ്, ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ്, നമ്മുടെ മാർക്കപ്പിൻ്റെ പെർസെൻറ്റേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ ആ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റിൻ്റെ പെർസെൻറ്റേജ്, പലിശയുടെ പെർസെൻറ്റേജ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പലിശയുടെ പെർസെൻറ്റേജ്. സോ ഇങ്ങനെയുള്ള പെർസെൻറ്റേജുകൾ ഈ എല്ലാ ചാപ്റ്റേഴ്സും ഒരു പെർസെൻറ്റേജ് ബേസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പഠിച്ച പെർസെൻറ്റേജിൻ്റെ ചാപ്റ്ററിനെ തന്നെ എന്ത് ചെയ്യാം, മുമ്പിലോട്ടുള്ള ചാപ്റ്ററിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ചാപ്റ്റേഴ്സിൻ്റെ ഫോർമുലാസ് ഒരുപാട് ഉപയോഗിക്കാതെ ഈ പെർസെൻറ്റേജിൻ്റെ ബേസിക് കൺസെപ്റ്റിൽ നിന്നുകൊണ്ടും ആ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് കൂടി യൂസ് ചെയ്തുകൊണ്ട്, ഫോർമുലാസ് യൂസ് ചെയ്യാതെ കൺസെപ്റ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ അതുവഴി നിങ്ങൾ പുതിയൊരു ചാപ്റ്റർ പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ ആ പഴയ നേരത്തെ പഠിച്ച ചാപ്റ്ററിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വേറൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് അത്യാവശ്യം ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പോൾ നിങ്ങൾ പെർസെൻറ്റേജിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്, A+B+AB/100 അല്ലെങ്കിൽ X+Y+XY/100. ഇതേ കൺസെപ്റ്റിനെ പെർസെൻറ്റേജിൽ മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്, നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ സക്സസീവ് ഡിസ്കൗണ്ട് വരുമ്പം ഒക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കേസിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുമ്പോൾ അവിടെ സക്സസീവ് ആയിട്ട് വരുന്ന ആ പലിശയുടെ പെർസെൻറ്റേജിൻ്റെ നെറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മെൻസുറേഷൻ പോലത്തെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏരിയ വോളിയം എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൽ ഒരു റെക്ടാങ്കിളുടെ ലെന്ത് ബ്രെത്തിലൊക്കെ വരുന്ന വേരിയേഷൻസ്, നമ്മുടെ ഒരു സർക്കിളുടെ റേഡിയസിൽ വരുന്ന വേരിയേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിലിണ്ടറിൻ്റെ റേഡിയസും ഹൈറ്റിലും വരുന്ന വേരിയേഷൻ, ആ ഒരു കംപ്ലീറ്റ് വേരിയേഷൻ എന്താ, അല്ലെങ്കിൽ നെറ്റ് വരുന്ന വോളിയത്തിലോ ഏരിയയിലൊക്കെ വരുന്ന ചേഞ്ച് എന്താ എന്നുള്ളത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആദ്യം പഠിക്കുന്ന ഒരു ബേസിക് കൺസെപ്റ്റ്, അതിന് അഡ്വാൻസ് ആയിട്ടുള്ള അരിത്മെറ്റിക് ചാപ്റ്റർ യൂസ് ചെയ്യുന്നു, സിമ്പിൾ നമ്മുടെ ഈ പറഞ്ഞ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലത്തെ ചാപ്റ്റേഴ്സിൽ. അതുകൂടെ നിങ്ങൾ അതിനെ എവിടെ യൂസ് ചെയ്യുന്നു, അഡ്വാൻസ് മാത്സ് പോലത്തെ, മെൻസുറേഷൻ പോലത്തെ ചാപ്റ്റേഴ്സിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആ കൺസെപ്റ്റിനെ പഠിച്ചു അവിടെ പെർസെൻറ്റേജിൽ മാത്രം യൂസ് ചെയ്ത് വിടുവല്ല, നിങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, മുമ്പിലോട്ട് കൊണ്ടുപോകാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും ദൂരം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് നിങ്ങൾ ഉപയോഗിക്കും തോറും കൂടുതൽ ആ ടോപ്പിക്സും പഠിക്കുന്നുണ്ട്, എന്നാൽ പഴയ ടോപ്പിക്സ് റിവൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ പഴയ ടോപ്പിക്കിൻ്റെ കൺസെപ്റ്റ് കൂടുതൽ ഇമ്പ്രൂവ് ആവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ പഴയ ചാപ്റ്റേഴ്സിനെ നിങ്ങളുടെ അതേ
എന്താ പറയുക, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ അതേ ട്രാക്കിൽ തന്നെ കീപ്പ് ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു വഴിയാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് അതാത് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവുന്ന ചാപ്റ്റേഴ്സിനെ ഓരോ വീക്ക്ലി ഡേയ്സിലേക്ക് അങ്ങ് അറേഞ്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മൺഡേ നമ്പർ സിസ്റ്റം ചാപ്റ്റർ പഠിച്ചു, നിങ്ങൾ അത്യാവശ്യം ആ ചാപ്റ്ററിൻ്റെ ഒരു കൺസെപ്റ്റ് ഒക്കെ കവറായി കഴിഞ്ഞു. ഇനി അടുത്ത നിങ്ങൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവുക. പുതിയൊരു ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ നമ്പർ സിസ്റ്റം ചാപ്റ്ററിനെ എന്ത് ചെയ്യുക, മൺഡേയിലേക്ക് പ്ലേസ് ചെയ്യുക. അതുപോലെ അടുത്ത പേഴ്സൻറ്റേജ് നിങ്ങൾ പഠിക്കുക, അത് ട്യൂസ്ഡേയിലേക്ക് പ്ലേസ് ചെയ്യുക. അടുത്ത റേഷ്യോ പ്രൊപ്പോർഷൻ നിങ്ങൾ പഠിക്കുക, ആ റേഷ്യോ നിങ്ങൾ വെനസ്ഡേയിലേക്ക് പ്ലേസ് ചെയ്യുക. ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിനെയും നിങ്ങൾ വീക്കിലി ഒരു ഡേയിലേക്ക് അങ്ങ് പ്ലേസ് ചെയ്യുക. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ SSC എക്സാംസ് എടുത്ത് എല്ലാം കൂടി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 24-25 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഒരു വീക്ക്ലി അറേഞ്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 7 ചാപ്റ്റേഴ്സ് ഒരു വീക്കിലേക്ക് അറേഞ്ച് ആയില്ല. അല്ലെങ്കിൽ പോട്ടെ, നമ്മൾ മൺഡേ ടു ഫ്രൈഡേ എടുത്താൽ പോലും 5 ചാപ്റ്റേഴ്സ് നമുക്കൊരു വീക്കിലേക്ക് അറേഞ്ച് ആയില്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കുക. പക്ഷേ ഈ പഴയ ചാപ്റ്റേഴ്സിനെ അതാത് ഡേയിൽ നിങ്ങൾ എവിടെയാണോ അലോട്ട് ചെയ്തിരിക്കുന്നത് ആ ഡേയിൽ അതിൻ്റെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം. ഈവൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ 5 ക്വസ്റ്റ്യൻ വെച്ച്, ഒരുപാടൊന്നുമില്ല, ഒരു 100 ക്വസ്റ്റ്യനോ 200 ക്വസ്റ്റ്യനോ ഒന്നുമല്ല, 5 ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ ഇതാ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ആ വീക്കിലി ഓരോ ഡേയ്സിലും എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ ട്രാക്ക് കീപ്പ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ മൺഡേ ഏത് ചാപ്റ്ററാണ് ചെയ്യുന്നത്, നമ്പർ സിസ്റ്റം 5 ക്വസ്റ്റ്യൻ ചെയ്തു, 5 ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയത്, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഏത് കൺസെപ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയത് എന്നുള്ളത് നോട്ട് ചെയ്യുക. എന്നിട്ട് ഇത് മുമ്പോട്ട് പോകും തോറും നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. വൺസ് വീണ്ടും റിവൈസ് ചെയ്യുക. വീണ്ടും റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ ഒറ്റ തവണ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം റിപ്പീറ്റ് ചെയ്യുക. അതിലും പിന്നെ അവസാനം നിങ്ങൾ മുമ്പോട്ട് പോകും തോറും നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും പിന്നെ നിങ്ങളുടെ മുമ്പിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ റിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. എന്നിട്ട് എല്ലാ ചാപ്റ്റേഴ്സിലും കാണും ഒരു 2-3 ഏരിയാസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചില ഏരിയാസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരു പെർസെൻറ്റേജിൻ്റെ ചാപ്റ്റർ പറയുകയാണെങ്കിൽ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സക്സസീവ് പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏരിയ. ഇതേപോലത്തെ ഒരു 4-5 ഏരിയാസ് കാണും എല്ലാ ചാപ്റ്റേഴ്സിലും. നിങ്ങൾ അത് ഫിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുമ്പോൾ, ഫ്യൂച്ചറിൽ റിവൈസ് ചെയ്യുമ്പോൾ ആ ഏരിയാസിനെ നല്ലപോലെ റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ആ ചാപ്റ്ററിനെ വീക്കിലി റിവൈസ് ചെയ്യുന്നുണ്ട്, ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്, ആ ചാപ്റ്റേഴ്സിലെ വീക്കായിട്ടുള്ള ഏരിയാസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് മുമ്പിലോട്ട് ചെയ്ത് പോകും തോറും നിങ്ങൾ ആ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ്ലി ആ ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സിനെ നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്ത് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴി നിങ്ങൾ എത്ര മുമ്പിലോട്ട് പോയിക്കൊണ്ടിരുന്നാലും വീക്കിലി ഈ 5 ക്വസ്റ്റ്യൻ ഡെയിലി അവിടെ വീക്കിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം നിങ്ങൾക്ക് ആ ടോപ്പിക്ക് മറക്കത്തേ ഇല്ല. ഇനി നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇനി ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും ഒരു ഡെയിലേക്ക് അലോട്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സിൻ്റെ എണ്ണവും കൂട്ടുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നേരത്തെ മൺഡേയിലേക്ക് നമ്പർ സിസ്റ്റം മാത്രമേ അലോട്ട് ചെയ്തുള്ളൂ. നിങ്ങൾ ഈ ഒരു ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ അടുത്ത വീക്കിലേക്ക് വരുമ്പോൾ അടുത്തൊരു 2-3 വീക്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൺഡേയിലേക്ക് അടുത്തൊരു ചാപ്റ്ററിനെ കൂടി അലോട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൂടി മൺഡേയിലേക്ക് അലോട്ട് ചെയ്യുക, അടുത്ത ട്യൂസ്ഡേയിലേക്ക് അടുത്തൊരു ടൈം വർക്കിനെ അലോട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് പോയാൽ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീക്കിൽ 7 ഡേയ്സ് ഉണ്ട്. ഒരു ഡേ ഒരു ചാപ്റ്ററിന് കൊടുത്താലും മൊത്തം നമുക്ക് ഏകദേശം ഒരു 24-25 ചാപ്റ്റേഴ്സ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3 വീക്സ് 3.5 വീക്സ് പോരെ എല്ലാ ചാപ്റ്ററിനെയും അലോട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ പോരെ. അപ്പോൾ ഇതുവഴി നിങ്ങളുടെ ചാപ്റ്റേഴ്സ് റിവൈസ് ആയിക്കൊണ്ടേയിരിക്കും, പഴയ ടോപ്പിക്സ് എല്ലാം കവർ ആയിക്കൊണ്ടേയിരിക്കും, റിവൈസ് ആവും, പ്രീവിയസ് ക്വസ്റ്റൻസ് കവർ ആവും. എന്നാൽ പുതിയ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. പുതിയ ചാപ്റ്റേഴ്സ് അവിടെ സ്റ്റക്കായി നിൽക്കത്തില്ല, അല്ലെങ്കിൽ പിന്നെ നോക്കാം എന്ന് മാറ്റി വെക്കേണ്ടി വരത്തുമില്ല. ഓക്കെ അല്ലേ? ഇനി വൺസ് നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഒരു ഏകദേശം 70% ഓഫ് ദ ടോപ്പിക്സ് ഒക്കെ കവർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്, നിങ്ങൾ ഈ പഠിച്ച എല്ലാ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻസും ഒരു ടൈം ബൗണ്ടിൽ നിന്നുകൊണ്ട് കൂടി നിങ്ങൾ ചെയ്യുകയാണ്. നേരത്തെ നിങ്ങൾ അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ ടൈം ബൗണ്ടിൽ നിന്നുകൊണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രീവിയസ് ക്വസ്റ്റൻസ് എല്ലാം തന്നെ കവർ ആവും, പ്ലസ് നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിനും ക്വസ്റ്റൻസിനും ഒരുമിച്ച് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടൈം ബൗണ്ട് വെച്ചുകൊണ്ട് കവർ ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് കൂട്ടാനും നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയാസും ഏറ്റവും കൂടുതൽ സമയം കൂടുതൽ എടുക്കുന്ന ഏരിയാസും, നേരത്തെ നിങ്ങൾക്ക് അറിയാത്ത ഏരിയാസ് മാത്രമാണെങ്കിൽ ഇപ്പം സമയം കൂടുതൽ എടുക്കുന്ന ഏരിയാസ് അടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ചെയ്യാനും റിവൈസ് ചെയ്യാനും എല്ലാത്തിനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ ഈ ക്വാണ്ടിറ്റി ആപ്റ്റിൻ്റെ ഏരിയാസിനെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പഴയ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. പുതിയ ചാപ്റ്റേഴ്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് അവിടെ ലാഗ് ചെയ്ത് പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യം വരത്തില്ല. ആ ചാപ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാനും പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ പല ടെക്നിക്സ്, അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ ടെക്നിക്സ് എല്ലാം കൂടി ഒന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് നിങ്ങൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള അപ്രോച്ച് യൂസ് ചെയ്യുക 70-30% എന്നുള്ള രീതിയിൽ. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഓരോ ചാപ്റ്റേഴ്സിനെ ഓരോ ഡേയ്സിലേക്ക് അലോട്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകുക. അതിനുശേഷം പിന്നെ പറഞ്ഞ കാര്യമാണ് ഡെയിലി 5 ക്വസ്റ്റ്യൻ വെച്ച് ഈ ചാപ്റ്റേഴ്സിന് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നിർത്താനേ പാടില്ല, ഒരു ദിവസം പോലും വിട്ടുപോകുകയും ചെയ്യില്ല. 5 ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഫ്യൂച്ചറിൽ ഈ ഡേയിലേക്ക് ഒരു ചാപ്റ്റർ കൂടി വന്നാലും പിന്നെ ഒരു 5 ക്വസ്റ്റ്യൻ കൂടി ചേർത്ത് 10 ക്വസ്റ്റ്യൻ ആവുന്നുള്ളൂ.
പിന്നെ ഇതേ ഡേയിലേക്ക് ഒരു മൂന്നാമത്തെ ഒരു ചാപ്റ്റർ കൂടി നിങ്ങൾക്ക് അലോട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 15 ക്വസ്റ്റൻ ആവുന്നുള്ളൂ. അങ്ങനെ ഒരു ഡേയിലേക്ക് 5 ചാപ്റ്ററിൽ കൂടുതൽ അലോട്ട് ചെയ്യുകയും ചെയ്യരുത്. എന്ന് ഞാൻ മാക്സിമം 25 ക്വസ്റ്റൻസ് എന്നോട് എക്സാമിൽ ചെന്നിട്ട് നമുക്ക് മാക്സിമം 25 ക്വസ്റ്റൻസ് ആണ് നമുക്ക് SSC എക്സാംസിലാണെങ്കിൽ ചെയ്യാനുള്ളത്. സോ ആ രീതിയിൽ തന്നെ അലോട്ട് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മാക്സിമം 5 ചാപ്റ്റേഴ്സിന് ഒരു ഡേയിലേക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ കുറേ പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1 വീക്ക് എടുക്കത്തുള്ളൂ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് റിവൈസ് ചെയ്യാൻ. അത് എല്ലാ വീക്കും അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ടിൽ എക്സാം വരെ, നിർത്തുകയും ചെയ്യൽ. അത് അതുപോലെ തന്നെ കൊണ്ടുപോകാം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ പഠിച്ച ഏരിയയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, മുമ്പിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആ ഏരിയയുടെ കൺസെപ്റ്റിനെ മുമ്പിലോട്ടുള്ള ചാപ്റ്റേഴ്സിൽ യൂസ് ചെയ്യുക. അത് നിങ്ങളുടെ മുമ്പിലോട്ടുള്ള ചാപ്റ്റേഴ്സ് ഈസി ആക്കും. ആൻഡ് നേരത്തെയുള്ള ചാപ്റ്റേഴ്സിനെ റിവൈസ് ചെയ്യാനും നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ കുറേ ഐഡിയാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഏറ്റവും നല്ല ഷോർട്ട് കട്ട്സും ഏറ്റവും നല്ല നോട്ട്സ് ഒക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് കീപ്പ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഏറ്റവും നല്ല ഷോർട്ട് കട്ട്സ് ഓഫ് ഫോർമുലാസ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഷോർട്ട് നോട്ട്സിലേക്ക് കൊണ്ടുവരിക. അത് നിങ്ങൾ കീപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ ഫൈനൽ റിവിഷൻ, നിങ്ങളുടെ എക്സാമിന് തൊട്ട് മുമ്പുള്ള വീക്കിലുള്ള റിവിഷൻ, എക്സാമിന് പോകുന്ന വഴിക്ക് പോലും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ നിങ്ങൾ ആ ഷോർട്ട് നോട്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏരിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഴയ ചാപ്റ്റേഴ്സും പുതിയ ചാപ്റ്റേഴ്സിനെയും പാരലായിട്ട് തന്നെ കൊണ്ടുപോകാനും ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് റെപ്പിറ്റേഷനും കൺസിസ്റ്റൻസിയും. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ അത് സ്ട്രോങ് ആയി വരത്തുള്ളൂ. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് പോലത്തെ ഏരിയയിൽ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് മാത്രം പറഞ്ഞ് ഒരിക്കലും ആ ചാപ്റ്റർ ശരിയാവത്തില്ല. നിങ്ങൾ അതിനെ പലതവണ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ കൺസെപ്റ്റും കൂടുതൽ ഡീപ്പായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് അവിടെ കിട്ടത്തുള്ളൂ. ആൻഡ് ഇത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞാൽ ഒരു ഡേ പോലും മിസ്സാകാൻ പാടില്ല ഇത് ഞാൻ ചെയ്തു പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഈ ഐഡിയാസ് ഒക്കെ തന്നെ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏരിയ റിവൈസ് ചെയ്യുക. ആൻഡ് ഇത് കൂടാതെ നമുക്ക് നിങ്ങളോട് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബാച്ചസിൻ്റെ കൂടെ, ഇപ്പം ഓൾറെഡി ജസ്റ്റ് പഠിച്ച് തുടങ്ങിയവരൊക്കെയാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബാച്ചസിൻ്റെ കൂടെ ഒക്കെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഷെഡ്യൂൾസിലും ക്ലിയർ ആയിട്ടുള്ള ക്ലാസ്സസ് വഴിയും ക്വിസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാനും പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻസ് ഒക്കെ തന്നെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ അതിനെ റിവൈസ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നിങ്ങളത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ബാച്ചസിലേക്കൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇപ്പം നമ്മുടെ എന്താ പറയുക, ജൂൺ എജ് ഫെസ്റ്റ് കൂടി നടക്കുകയാണ്. സോ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫേഴ്സിൽ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്കൊക്കെ ജോയിൻ ചെയ്യാം. അതിപ്പോൾ നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും ശരി, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സ് ആയാലും ശരി, ഈവൻ വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നൈറ്റ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഏരിയാസ്, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SSC, ബാങ്ക്, റെയിൽവേ എക്സാംസിലൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ജോബിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ നിങ്ങളെല്ലാവരും വിഷ് ചെയ്യുന്നു. ആൻഡ് ഫ്യൂച്ചറിൽ നമുക്ക് ഇന്ത്യ എക്സാംസ് റിലേറ്റഡ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യാം. ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, ഈ ഒരു അപ്ഡേറ്റ്സ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. താങ്ക് യു.